ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇന്ത്യയിൽ എങ്ങനെ ഡ്രോൺ രജിസ്റ്റർ ചെയ്യാം അതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം. മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അത് ആധാറിൻ്റെ ആണെങ്കിൽ KYC ഓഫ്ലൈൻ KYC ഡോക്യുമെൻ്റ് വേണം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ. എൻ്റെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരു പേജിൽ വരുന്ന രീതിയിൽ ഒരു ഡോക്യുമെൻ്റ് വേണം. ഇത് മസ്റ്റാണ് കേട്ടോ, നമ്മൾ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ്. പിന്നെ മൊബൈൽ നമ്പറും ഇമെയിൽ ID യും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ മൊബൈലിൽ OTP വരാനുള്ള സെറ്റപ്പ് എന്തായാലും വേണം, ഇമെയിലിലെ OTP വരാനുള്ള ആക്സസ്. അപ്പോൾ ഫസ്റ്റായിട്ട് ഇതിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ സ്കൈ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട് DGCയുടെ. അതിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് ഡിജിറ്റൽ സ്കൈ എന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ രജിസ്റ്റർ ചെയ്യണതിലൂടെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഐ ആം എ മാനുഫാക്ചറർ ഓർ ഇമ്പോർട്ടർ. DJIയുടെ ഡ്രോൺസ് നമ്മൾ ഇമ്പോർട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഐ ആം ആൻ ഇമ്പോർട്ടർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ഐ ആം ആൻ ഇന്ത്യൻ ഇമ്പോർട്ടർ. ഇൻഡിവിജ്വൽ, നമ്മളൊരു ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ നമ്മുടെ പേര്, മെയിൽ ID, പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് മെയിലിലേക്കും അതുപോലെ ഫോണിലേക്കും ഒരു OTP വെരിഫിക്കേഷൻ വേണ്ടി വരുവേ. OTP വെരിഫിക്കേഷൻ എല്ലാം കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് പ്രൊഫൈൽ കൊടുക്കും. അപ്പോൾ നമ്മൾ നേരത്തെ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, മെയിൽ ID വന്നിട്ടുണ്ട്, മൊബൈൽ നമ്പർ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ID പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. ആധാറും പാസ്പോർട്ടും ഇത് രണ്ടും മാൻഡേറ്ററി ആണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്ലോഡ് ഡോക്യുമെൻറ്റ്. ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്ലൈൻ KYC ഡോക്യുമെൻ്റാണ്. താഴത്തെ ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമ്മളെ ആധാറിൻ്റെ പോർട്ടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആധാറിൻ്റെ പോർട്ടലിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആധാറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നമ്മളപ്പോൾ ആധാറിൻ്റെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. ഇതിൽ നമുക്ക് ഇനി ഓഫ്ലൈൻ KYC എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഷെയർ കോഡ് എന്തെങ്കിലും ഒരു നമ്പർ കൊടുത്താൽ മതി. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. KYC ഡോക്യുമെൻ്റ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സബ്മിറ്റ് ചെയ്ത പാസ്വേഡ് അത് കൊടുത്തിട്ട് ഒരു XML ഫയൽ ഇതപ്പോൾ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്ട്രാക്റ്റിലെ XML ഫയലാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് മെയിൽ ID യും മൊബൈൽ നമ്പറും, അതായത് ആധാറായിട്ടുള്ള ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. പാസ്പോർട്ടിൻ്റെ നമ്പറാണ് ഇനി അടുത്ത് കൊടുക്കേണ്ടത്. പാസ്പോർട്ട് നമ്മൾ ആ ഒരു പേജിലായിരിക്കണം. ഞാൻ ഒരു ഫോർമാറ്റ് കാണിച്ചാൽ ആ ഒരു ഫോർമാറ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 3 MB താഴെ ആയിരിക്കണം അതിൻ്റെ സൈസ് നമ്മൾ ചെയ്യുമ്പോഴേ. അഡ്രസ് പ്രൂഫ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അത് കൊടുത്തു. എന്നിട്ട് നമ്മളെ ചെറിയൊരു പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. ആ പ്രിവ്യൂ കണ്ടിട്ട് നമ്മളത് ക്രിയേറ്റ് പ്രൊഫൈൽ കൊടുക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഡ്രോൺ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ ഇത് അത്യാവശ്യം നല്ല ലെങ്തി പ്രൊസീജിയറാണ്. നമ്മൾ നേരെ ഗോ ടു ഡാഷ്ബോർഡ് പോവുക. സൈഡ് കോർണറിൽ പ്ലസ് ചിഹ്നം എടുക്കുക. ഇമ്പോർട്ട് ചെയ്ത ഡ്രോണിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് എക്സംപ്റ്റഡ് മോഡൽ, നമ്മൾ ഏത് മോഡലാണോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. ഈസ് UAS NPNT കംപ്ലൈൻറ്റ്, അതായത് നോ പെർമിഷൻ നോ ടേക്ക് ഓഫ്. അപ്പോൾ നമ്മളത് നോട്ട് അവൈലബിൾ കൊടുക്കുക. എന്നിട്ട് മാനുഫാക്ചേഴ്സ് നെയിം DJI, ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, നാനോ, മൈക്രോ, സ്മോൾ. അതായത് നമ്മുടെ മിനി സീരീസിലുള്ള ഡ്രോൺ ആണെങ്കിൽ നാനോ കാറ്റഗറിയാണ് കൊടുക്കേണ്ടത്. എയർ, പ്രോ, മാവിക് പ്രോ, അതായത് അപ് ടു 2 kg വരെയുള്ളത് മൈക്രോ കാറ്റഗറി. ഇനി അതിൻ്റെ മുകളിലേക്കുള്ളതാണെങ്കിൽ സ്മോൾ കാറ്റഗറി. മൈക്രോ കാറ്റഗറിയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ മോഡൽ നെയിം DJI Airtus നമ്മൾ കൊടുക്കുന്നു. ഇനി ഇതിൽ സീരിയൽ നമ്പർ ഓഫ് ദി പ്രോട്ടോടൈപ്പ്, അതായത് ഡ്രോണിൻ്റെ സീരിയൽ നമ്പർ. ഇതിൽ ഡ്രോണിൻ്റെ മുകളിലുള്ള നമ്പറാണ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ ഒരു നമ്പർ കാണാം. പിന്നെ സീരിയൽ നമ്പർ ഓഫ് ദി ഫ്ലൈറ്റ് കൺട്രോൾ മൊഡ്യൂൾ, അത് നമ്മുടെ ആപ്പിൽ കാണാൻ പറ്റും. ഈ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ശരിക്കും നമ്മുടെ ആപ്പിലും കാണാൻ പറ്റും. അപ്പോൾ ആപ്പ് നമ്മൾ ഡ്രോൺ കണക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അതായത് എയർക്രാഫ്റ്റിൻ്റെ സീരിയൽ നമ്പർ കാണാം. ഫ്ലൈറ്റ് കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോണിൻ്റെ ആ നമ്പർ തന്നെ നമ്മൾ കൊടുക്കുക. പിന്നെ റിമോട്ട് പൈലറ്റ് സ്റ്റേഷൻ സീരിയൽ നമ്പർ, അതാണ് നമ്മളെ ആപ്പിൽ കാണുന്നത്. അതായത് റിമോട്ടിൻ്റെ സീരിയൽ നമ്പർ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ സോഫ്റ്റ്വെയർ വെർഷൻ അത് കുഴപ്പമില്ല. ആപ്പ് വെർഷൻ, പിന്നെ ഫോട്ടോഗ്രാഫ് ഓഫ് ദി ഡ്രോൺ. അപ്പോൾ 2 ഫോട്ടോഗ്രാഫ് നമ്മൾ കൊടുക്കണം. ഒരു ഫ്രണ്ട് വ്യൂ, ഒരു ടോപ്പ് വ്യൂവും കേട്ടോ.
3 MB സൈസ് കേട്ടോ ഫോട്ടോ പാടുള്ളൂ. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ നമ്മുടെ കാറ്റഗറി, ഡ്രോണിൻ്റെ ഏതാണ് കാറ്റഗറി എന്നുള്ളത് റോട്ടർ ക്രാഫ്റ്റ് ആണ് നമ്മുടെ. കണ്ടിന്യൂ കൊടുക്കുക. എല്ലാ ഡീറ്റെയിൽസും കണ്ടിന്യൂ കൊടുക്കണം തൊട്ടാൽ മതി. ഓക്കെ, മാക്സിമം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 2 kg ആണ് നമ്മുടെ ഇതിൻ്റെ മാക്സിമം വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് പേലോഡ്. പിന്നെ അതൊക്കെ നമ്മൾ എല്ലാം കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ മാക്സിമം ആൾട്ടിറ്റ്യൂഡ്, അതായത് നമ്മൾക്ക് ഇതിൽ വരുന്ന 500 ആണ്. ഇപ്പോൾ മിനിയൊക്കെ ആണെങ്കിൽ 120 മീറ്റർ ആണ്. അപ്പോൾ എന്താണോ അതിൻ്റെ ഇത് ഓപ്പറേറ്റിംഗ് ആൾട്ടിറ്റ്യൂഡ് അത് കൊടുക്കുക. പിന്നെ എല്ലാ ഡീറ്റെയിൽസും പിന്നെ ഓക്കെ, അത് വാട്ട് ഈസ് ദ ഓപ്പറേഷണൽ എൻവലപ്പ്, അതായത് VLOS വിഷ്വൽ ലൈൻ ഓഫ് സൈറ്റിലായിരിക്കണം നമ്മുടെ ഡ്രോൺ എപ്പോഴും. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അത് കൊടുക്കുക. പിന്നെ നമുക്ക് ഡെയിലി ഫ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡ്രോണാണ്. ഓക്കെ, ബാക്കി എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുക. കുറേ ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. ഒക്കെ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക അതിന്. ഓക്കെ, ഒരു പ്രിവ്യൂ വന്നിട്ടുണ്ട്. നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് ആഡ് മോഡൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഡ്രോൺ ഇപ്പോൾ ഇതിൽ ആഡ് ആയിട്ടുണ്ടാവും ഇവരുടെ ഡാറ്റാബേസിൽ. പോയിട്ട് നേരെ എക്സംപ്റ്റഡ് UAS മോഡൽ, അതായത് നമ്മളിപ്പോൾ കൊടുത്ത മോഡൽ, അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കണം. അപ്പോൾ ആ മോഡൽ നമ്പർ നമ്മൾ ജസ്റ്റ് കോപ്പി അടിക്കുക. കോപ്പി അടിച്ചിട്ട് നേരെ ഡാഷ്ബോർഡിൽ പോവുക. ഡാഷ്ബോർഡിൽ പോയിട്ട് ആഡ് സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. മാനുവലായിട്ട് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് മാനുഫാക്ചർ നെയിം ആണെങ്കിൽ അത് മോഡൽ നെയിമിലേക്ക് മാറ്റിയിട്ട് ഈ സാധനം നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് കാണുന്നത് തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ആവുന്നതായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഡ്രോണിൻ്റെ സീരിയൽ നമ്പർ കൊടുക്കുക. സീരിയൽ നമ്പറും UAS UUIDയും സെയിം ആണ്. പിന്നെ മാനുഫാക്ചറിങ് ഡേറ്റ് അത് നമ്മുടെ ഡ്രോണിൻ്റെ ബോക്സിലുണ്ടാവും. എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡാഷ്ബോർഡിലേക്ക് പോവുക. എക്സംപ്റ്റഡ് മോഡലിൽ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഡ്രോണിൻ്റെ ഗെറ്റ് UAN ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരിക. അപ്ലൈ ഫോർ UAN. എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഡ്രോണിൻ്റെ ഫോട്ടോസ് ഒന്നും കൂടെ സബ്മിറ്റ് ചെയ്യാനുണ്ടാവും. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സീരിയൽ നമ്പറിൻ്റെ ഒരു ക്ലോസപ്പ് കേട്ടോ. ലെഫ്റ്റ് റൈറ്റ് വ്യൂ ഓപ്ഷനലാണ്. കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇതെവിടെ ഒരു ഫോം വരും. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം, അതായത് D2 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോം ആട്ടോ. യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ആ ഒരു നമ്പറാണ് നമ്മൾ എല്ലാ പർപ്പസിനും വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മൾ ഭാരത് കോഷ് വെബ്സൈറ്റിലേക്ക് പോകും. 100 റുപ്പീസ് അങ്ങനെയാണെന്ന് ചാർജ് കേട്ടോ. ഓക്കെ, 100 റുപ്പീസാണ്. ഒരു പാസ്വേഡ്, യൂസർ നെയിമും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് പോകുന്നതായിരിക്കും. ഇത് പേയ്മെൻറ്റും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ IDയിലേക്ക് UAN വരും. പിന്നെ നമ്മുടെ ഈ ഡാഷ്ബോർഡിൽ നമുക്കത് ആ ഡീറ്റെയിൽസ് നമുക്ക് കാണാനും പറ്റും. എല്ലാ ഡ്രോൺസും നമ്മൾ രജിസ്റ്റർ ചെയ്യണം. 250 ഗ്രാമിൽ താഴെയുള്ള ഡ്രോണാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മസ്റ്റായിട്ടും ഡ്രോൺ രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നതൊക്കെ എപ്പോഴും കെയർ ചെയ്ത് തന്നെ നമ്മൾ ഫ്ലൈ ചെയ്യുക. നമ്മൾ റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഇന്ത്യയിലുള്ള റൂൾസും കാര്യങ്ങളൊന്നും പലർക്കും അറിയത്തില്ല. അപ്പോൾ ഈ ടെക്പരമായിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ട് ഇനിയും വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ് കേട്ടോ, ഇങ്ങനത്തെ ഒരു വ്ളോഗിങ്ങിൻ്റെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് യൂസ്ഫുൾ ആവുന്ന ആൾക്കാർക്ക്, നിങ്ങളുടെ ഡ്രോൺ ഉള്ള ഫ്രണ്ട്സിന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത്രയും ലെങ്തി ആയിട്ടുള്ളൊരു സാധനം ഇൻസ്റ്റയിൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് യൂട്യൂബിൽ ഇടുന്നത്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഗണിക്കുക. എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ, അതായത് എന്തെങ്കിലും സജഷനോ, ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്ന് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുമോ. ഇൻസ്റ്റയിലാണെങ്കിൽ ഡ്രോൺ പൈ, അതിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച്. ഡു സപ്പോർട്ട്, ഡു ഫോളോ.